ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ചിട്ടുള്ള ചില സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. പ്രധാനമായും ട്രെയിലർ ഓടിക്കുന്ന ആളുകൾക്കാണ് സംശയങ്ങൾ ഏറെയും. ഈ ട്രെയിലർ ഓടിക്കുന്നതിന് ഈ ഹെവി ലൈസൻസ് മാത്രം മതിയോ എന്നാണ് അവരുടെ ചോദ്യം. ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ നൽകിയിരുന്ന ഒരു വിശദീകരണം, ഹെവി ലൈസൻസ് ഉള്ള എല്ലാവർക്കും, അതായത് ഇപ്പോൾ ലഭിക്കുന്ന ട്രാൻസ് എന്ന ലൈസൻസ്, നേരത്തെ ഉണ്ടായിരുന്ന ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എന്നുള്ളത് ഇപ്പോൾ ലഭിക്കുന്നത് ട്രാൻസ് എന്നുള്ള ഒരു ലൈസൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഈ ട്രാൻസ് എന്ന ഇപ്പോൾ ലൈസൻസ് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ട്രെയിലർ ഓടിക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ ഒരു വിശദീകരണം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിശദീകരണം അപ്രകാരമല്ല. ഏതായാലും ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിലേക്കായിട്ട്, ഇപ്പോൾ നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്, അതിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, 18 വയസ്സ് തികഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും. 16 വയസ്സ് തികഞ്ഞിട്ടുള്ള ആൾക്കും ലൈസൻസ് ലഭിക്കും. പക്ഷേ എന്നാൽ 50 cc താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് അവർക്ക് ഓടിക്കാനായിട്ട് സാധിക്കുക. അത് പാരൻസിൻ്റെ അനുമതിയോടുകൂടി, അനുമതി പത്രമെല്ലാം ലഭിച്ചാലാണ് ഇത് ലഭിക്കുക. ഏതായാലും അപ്രകാരമുള്ള ലൈസൻസുകൾ എടുക്കുന്നത് വളരെ വിരളമാണ്. അപ്പോൾ 18 വയസ്സ് തികഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത് മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്, ഈ ലൈസൻസുകളാണ് ആദ്യമായിട്ട് ലഭിക്കുന്നത്. ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിച്ച് 1 വർഷത്തിന് ശേഷം മാത്രമേ ഒരാൾക്ക് ഒരു ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മോട്ടോർ സൈക്കിൾ ലൈസൻസിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയറും മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറും. മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ ആ ലൈസൻസ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്നുള്ള ആ ഒരു വാഹനം ഓടിക്കാനായിട്ടുള്ള അനുമതി ഇല്ല. അപ്പോൾ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്നുള്ള ഒരു ലൈസൻസ് കരസ്ഥമാക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന 2 ടൈപ്പ് വാഹനങ്ങളും ഓടിക്കാം. അതായത് വിത്തൗട്ട് ഗിയർ വാഹനങ്ങളും വിത്ത് ഗിയർ വാഹനങ്ങളും ഓടിക്കണമെന്നുണ്ടെങ്കിൽ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്നുള്ള ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം. സാധാരണഗതിയിൽ സ്ത്രീകളാണ് മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ എന്നുള്ള ഒരു ലൈസൻസ് കരസ്ഥമാക്കുന്നത്. ഹോണ്ട ആക്ടിവ, മായിസ്ട്രോ അല്ലെങ്കിൽ ഹോണ്ട ഡിയോ ഇതുപോലുള്ള ആ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നതിലേക്കാണ് അവർ ആ ലൈസൻസ് കരസ്ഥമാക്കുന്നത്. ഗിയർ ഷിഫ്റ്റിംഗ് ഇല്ലാത്ത വാഹനങ്ങളെയാണ് മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. മാനുവലായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് 7500 കിലോഗ്രാമോ അതിൽ താഴെയോ അൺലാഡൻ വെയിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റോ ഉള്ള ഒരു വാഹനം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഒരു ട്രാൻസ്പോർട്ട് വാഹനം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് മോട്ടോർ വാഹന നിയമം സെക്ഷൻ 2-21 അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്. അപ്പോൾ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണ്. അപ്പോൾ അത് ഒരു ട്രാക്ടർ ആകാം, ഒരു റോഡ് റോളർ ആകാം, ഒരു ഒമ്നി ബസ് ആകാം. അപ്പോൾ അതേസമയം തന്നെ അതിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, അതായത് ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണെന്നുണ്ടെങ്കിൽ അത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 7500 കിലോഗ്രാം വരെ ആകാം. അതേസമയം അതൊരു സാധാരണ പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിൽ അതിൻ്റെ അൺലാഡൻ വെയിറ്റ് 7500 കിലോഗ്രാം വരെ വരുന്ന ആ വാഹനങ്ങൾക്ക് ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് മതിയാകും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ബാഡ്ജ് എന്ന് പറയുന്ന ഓതറൈസേഷൻ ടു ഡ്രൈവ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രത്യേക ബാഡ്ജ് എന്ന ആ ഒരു സംവിധാനം ആവശ്യമില്ല. അതായത് ചരക്ക് വാഹനങ്ങളോ ടാക്സി വാഹനങ്ങളോ ഓടിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അനുമതി ആവശ്യമില്ല. ഇപ്പോൾ ബാഡ്ജ് ആവശ്യം വരുന്നത് ഹെവി വാഹനങ്ങളോ മീഡിയം ഗുഡ്സോ അല്ലെങ്കിൽ മീഡിയം യാത്രാ വാഹനങ്ങളോ ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. നമുക്ക് നേരത്തെ എല്ലാം 2, 3, 4 എന്ന് പറയുന്ന രീതിയിൽ മോട്ടോർ സൈക്കിൾ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, 3 വീലർ എന്നുള്ള ലൈസൻസ് ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ 3 വീലർ ലൈസൻസ് എന്നുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഈ 3 വീലറിന് പകരം ഏതായിരിക്കും ലൈസൻസ്? അത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 3 വീലർ മാത്രം അല്ലെങ്കിൽ 3 വീലർ പ്ലസ് ബാഡ്ജ് ഉണ്ടായിരുന്ന ഡ്രൈവർമാരുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ അത് ലൈസൻസ് പുതുക്കി കിട്ടുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഇ റിക്ഷ എന്നുള്ള ഒരു വിഭാഗമാണ്. ആക്ച്വലി ഇ റിക്ഷ അല്ല ഈ പറയുന്ന 3 വീലർ. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഓടുന്ന ഈ ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങൾ,
അതെല്ലാം ഇ റിക്ഷയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇ റിക്ഷ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം വാഹനമാണ്. അതുപോലെ ഇ കാർട്ട് എന്ന് പറയുന്നതും. അതായത് യാത്രക്കാരെ കയറ്റിക്കൊണ്ടു പോകുന്ന, നമ്മൾ ഇവിടെയൊന്നും അത് സാധാരണ കാണുന്നില്ല, ഡൽഹി, ഉത്തർപ്രദേശ് ഈ ഭാഗങ്ങളിലൊക്കെ കാണാം. പണ്ട് സൈക്കിൾ റിക്ഷ പോലെ ഉണ്ടായിരുന്നത്, അതിൽ ഒരു മോട്ടോർ ഘടിപ്പിച്ച് അത് കൊണ്ടു നടക്കുന്ന വാഹനമാണ് ഇ റിക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ചരക്ക് കയറ്റിക്കൊണ്ട് പോകുന്ന ആ വിഭാഗമാണ് ഇ കാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഈ 3 വീലർ ഓട്ടോ റിക്ഷ ആ ലൈസൻസ് ഇല്ലാതെ വന്നതുകൊണ്ട് നമ്മുടെ സാരഥി സൈറ്റിൽ ഇപ്പോൾ ലഭിക്കുന്നതാണ് ഇ റിക്ഷ. അപ്പോൾ നേരത്തെ ഈ ഇ റിക്ഷ എന്നുള്ള അല്ലെങ്കിൽ 3 വീലർ ലൈസൻസ് മാത്രം ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവരുടെ ലൈസൻസിലുള്ളത് ഇ റിക്ഷ ആണ്. അവർക്ക് ഇപ്പോൾ ഇനി LMV എടുക്കാനായിട്ടുള്ള സാധ്യത അവർക്ക് വളരെ സാധ്യത കുറവായതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു പ്രത്യേക ഉത്തരവ് വഴി അവർക്ക് ഈ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ടുള്ള ഒരു അനുമതി അവർക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും അവർ അത് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് അത്തരത്തിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചാലും ഇൻഷുറൻസ് കമ്പനി അത് പരിഗണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഇ റിക്ഷ എന്ന ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന യാത്രക്കാരെ കയറ്റുന്ന ഈ റിക്ഷകൾ, മുച്ചക്ര വാഹനങ്ങൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ 3 വീലർ ഗുഡ്സ് ചരക്ക് വാഹനം ഓടിക്കാനായിട്ട് ഒരിക്കലും ആ ലൈസൻസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകം അറിയുക. ഇപ്പോൾ ഈ നമ്മുടെ പ്രധാന വിഷയം എന്തായിരുന്നു? ട്രെയിലർ. ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം, ഞാനൊരു ഉന്നത ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചതിലും അദ്ദേഹം പറയുന്നത്, ഈ ട്രെയിലറുകൾ തന്നെ 2 തരത്തിലുള്ളതുണ്ട്. സെമി ട്രെയിലറുകളുണ്ട്, അതുകൂടാതെ ട്രാക്ടർ ട്രെയിലർ കോമ്പിനേഷനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ വാഹനങ്ങളിൽ സെമി ട്രെയിലറുകൾ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ് എന്ന ഇപ്പോൾ ലൈസൻസ് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് സെമി ട്രെയിലർ ഓടിക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്നാണ് ഒരു വിശദീകരണമുള്ളൂ. അതേസമയം ട്രാക്ടർ ട്രെയിലർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഈ ടൈപ്പ് വാഹനങ്ങൾക്ക് ട്രാക്ടർ ട്രെയിലർ കോമ്പിനേഷനുകൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രെയിലർ ലൈസൻസ് തന്നെ വേണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു തരത്തിലുള്ള വിശദീകരണം. ഏതായാലും ഇവിടെ എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്, ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എന്ത് വിശദീകരണം നൽകിയാലും നിങ്ങൾ ഏതെങ്കിലും ഒരു എംപ്ലോയർ, ഒരു വാഹന ഉടമ, ഒരു ട്രെയിലറിന്റെ ഉടമ നിങ്ങളെ ഒരു ജോലിക്ക് നിയമിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ആവശ്യപ്പെടുക നിങ്ങൾക്ക് ട്രെയിലർ ലൈസൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ചരക്ക് വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് ഹെവി ലൈസൻസ് മതി എന്നുണ്ടെങ്കിൽ, ഇപ്പം മീഡിയം വാഹനം ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഹെവി ലൈസൻസ് തന്നെയാണ് വേണ്ടത്. പക്ഷേ അത് നിങ്ങളൊരു ട്രെയിലറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു ട്രെയിലർ ലൈസൻസ് കരസ്ഥമാക്കുക എന്നത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ ഉള്ള ഒരു വ്യക്തി ഒരു മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഓടിക്കുകയും അത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റോ പരിശോധിക്കുന്ന സമയത്ത് അത് കണ്ടെത്തിയാൽ അവർക്ക് ഉണ്ടാകുന്ന ശിക്ഷ എന്ന് പറയുന്നത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു വ്യക്തി എന്നോട് ചോദിച്ച സംശയം, എനിക്ക് ഹെവി ലൈസൻസ് ഉണ്ട്, പക്ഷേ ഞാൻ ഓടിച്ച വണ്ടി ട്രെയിലറാണ്, എനിക്ക് ഏത് രീതിയിലുള്ള പിഴയായിരിക്കും ഉണ്ടാവുക? ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു എന്നുള്ള രീതിയിലായിരിക്കും പിഴ ഈടാക്കുക. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച കാറ്റഗറിയിലുള്ള വാഹനമല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പിഴ ഇടുമോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഏത് കാറ്റഗറിയാണ് അതിനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം. നിങ്ങൾ ട്രെയിലറാണ് ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ ട്രെയിലർ ലൈസൻസ് കരസ്ഥമാക്കുക. പിന്നീട് ഈ സംശയം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിശദീകരണത്തിന്റെ ആവശ്യം നിൽക്കുന്നില്ല. കാരണം മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന വിശദീകരണമായിരിക്കില്ല മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഇത് എനിക്ക് ഈ വിശദീകരണം തന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് പറഞ്ഞ ഒരു അഭിപ്രായമാണിത്. ഞാനിതിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെയും ചിലപ്പോൾ ഇതിൻ്റെ വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും മറ്റൊരു ഉദ്യോഗസ്ഥൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം സമൂഹ മാധ്യമങ്ങൾക്ക് നൽകുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഇപ്പോൾ അവർക്ക് തന്നെ ഒരു ചാനലുണ്ട്, ഇതിനൊരു വിശദീകരണം നൽകുന്നത് വളരെ ഉചിതമായിരിക്കും. ഇനി ഇതോടൊപ്പം തന്നെ ഇനി നമുക്ക് മറ്റു തരത്തിലുള്ള വാഹനങ്ങൾ നമ്മുടെ റോഡിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ റോഡ് റോളർ, ട്രാക്ടർ. ഇപ്പോൾ നമ്മുടെ ഈ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 221 തന്നെ പറയുന്നുണ്ട്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നുള്ള കാറ്റഗറിയിൽ അതിൻ്റെ നിയമത്തിൽ തന്നെ പറയുന്നതാണ് റോഡ് റോളറും ട്രാക്ടറും. അപ്പം അതുകൊണ്ട് തന്നെ റോഡ് റോളർ ഓടിക്കാനും ട്രാക്ടർ ഓടിക്കാനും നിങ്ങൾക്ക് പ്രത്യേകം റോഡ് റോളറിൻ്റെയോ ട്രാക്ടറിൻ്റെയോ ലൈസൻസ് വേണമെന്നില്ല. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും റോഡ് റോളറും ട്രാക്ടറും ഉപയോഗിക്കാം, യാതൊരു തർക്കവുമില്ല. ഒരു തരത്തിലും നിങ്ങൾക്ക് ആ കാര്യത്തിൽ പിഴ ഈടാക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ സാധാരണ JCB,
അത് ആ JCB നിങ്ങൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്കവേറ്റർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് എന്നുള്ള രീതിയിൽ ലൈസൻസുകൾ നൽകുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് എന്നുള്ള ഒരു ലൈസൻസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേസമയം ക്രെയിൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെയിനിന്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ എക്സ്കവേറ്റർ LDXVR എന്നുള്ള രീതിയിലുള്ള ലൈസൻസ് നൽകുന്നുണ്ട്. ആ ലോഡർ എക്സ്കവേറ്റർ എന്നാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് JCB ഉപയോഗിക്കാം. അല്ലെങ്കിൽ EXCVR എക്സ്കവേറ്റർ എന്നുള്ള ഒരു ലൈസൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JCB ഉപയോഗിക്കാം. ഒരു കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റിന്റെ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ആ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് അത് ലൈറ്റ് വെഹിക്കിൾ ആണോ ഹെവി വെഹിക്കിൾ ആണോ എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ വാഹനം ഓടിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നിങ്ങൾക്ക് വിദേശത്ത് നിന്നുള്ള ഒരു ലൈസൻസ് നിങ്ങൾ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് ആ വാഹനങ്ങൾ ഇവിടെ ഓടിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അതേസമയം നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് പല വിദേശ രാജ്യങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ കാർ ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു തടസ്സവുമില്ല. നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വരെയൊക്കെ കാർ ഓടിക്കാനായിട്ട് ആ ലൈസൻസ് മതി. പലരും ഇവിടെ നിന്ന് നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, IDP. അത് അവിടെ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡിജിറ്റൽ ഫോമിലേക്ക് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവിടെ ചെന്ന് നിങ്ങൾക്ക് ഈ ഹോളോഗ്രാമിലുള്ള നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചാൽ നിങ്ങൾക്ക് അവിടെ പലതരത്തിലുള്ള എക്സംഷൻസ് ലഭിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഡിജിറ്റൽ ഫോമിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഇനി ആ എക്സംഷൻസ് എല്ലാം ലഭിക്കുമോ? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. അതിനൊന്നും ഒരു മറുപടി പറയാനായിട്ടും എനിക്ക് ആവതില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഈ തരത്തിലുള്ള ഈ ലൈസൻസുകൾ, അതായത് നിങ്ങൾക്ക് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ലൈസൻസിൽ ഏത് കാറ്റഗറിയാണോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അവിടുത്തെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസിന്റെ അതിന്റെ 7500 കിലോഗ്രാമിൽ താഴെയാണ് അതിന്റെ ഭാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും അമേരിക്കയിൽ നിന്നെല്ലാം ലഭിക്കുന്ന ലൈസൻസ് അല്ലെങ്കിൽ UK നിന്നൊക്കെ ലഭിക്കുന്ന ലൈസൻസിൽ നിങ്ങൾക്ക് അതിൽ ഇത്ര കിലോഗ്രാം വരെ ഉള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. ഇവിടെ 3000 കിലോഗ്രാം വരെയുള്ള വാഹനങ്ങൾ അവിടുത്തെ A അല്ലെങ്കിൽ D അങ്ങനെയുള്ള പല ക്ലാസ്സുകൾ ഉണ്ടാകും. ആ ടൈപ്പാണ് ഉപയോഗിക്കാൻ, അത് മാത്രമേ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിച്ചെന്ന് വരില്ല. അവിടെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഓടിക്കാനായിട്ടുള്ള ഒരു ലൈസൻസ്, അതിലും ഇതുപോലെ വെയിറ്റ് ലിമിറ്റഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ലൈസൻസ് ലഭിക്കാനായിട്ടുള്ള യോഗ്യത ഉണ്ടാകില്ല. ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഏതായാലും അവിടെ നിന്നൊരു ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലേണേഴ്സ് ആ ടെസ്റ്റ് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് മറ്റൊരു ടെസ്റ്റും ഇല്ലാതെ തന്നെ ഇവിടെ ലൈസൻസ് എടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1929 ഇന്റർനാഷണൽ കൺവെൻഷൻ ആ ഒരു നിയമം അനുസരിച്ച് ആ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കാനായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ അനുമതികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാവുന്നതാണ്.